നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ നെക്സ്റ്റ് പോർഷൻസ് ആണ്. മെറ്റാസെൻറ്റർ, മെറ്റാസെൻട്രിക് ഹൈറ്റ്, an analytical method to determine metacentric height, and then experimental method to determine metacentric height. എന്താണ് മെറ്റാസെൻറ്റർ എന്ന് നോക്കാം. മെറ്റാസെൻറ്റർ is defined as the point about which a body starts oscillating when the body is tilted by an angle. എന്താ പറഞ്ഞിട്ടില്ല, നമ്മളൊരു ടിൽറ്റ് കൊടുക്കുമ്പോൾ, ഒരു ആംഗിളിൽ ടിൽറ്റ് കൊടുക്കുമ്പോൾ ആ ബോഡി ഓസിലേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ബോഡി ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാവും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു പോയിൻറ്റിനെയാണ് മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബോഡി നമ്മൾ ലിക്വിഡിൽ സബ്മേർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോർമൽ ആക്സിസിന് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോയൻസി, സെൻറ്റർ ഓഫ് ബോയൻസി B മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ഒരു ബോഡിക്കൊരു ടിൽറ്റ് കൊടുക്കണം, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പം ഉണ്ടാകുന്ന ഫിഗറാണ് ഈ വരച്ചിട്ടുള്ളത്. എന്ത് സംഭവിക്കും? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവിടെ തന്നെ ഉണ്ടാവും. ഇനി എവിടെ ഈ ഒരു പോയിൻ്റ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത് എന്താവും? ഈ ബോഡി ടിൽറ്റ് ചെയ്യുമ്പം പോയിൻ്റ് ഓഫ് ബോയൻസിയും എന്തായിട്ട് മാറും? പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് B1 മാറും. ഇവിടെ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താ പറയുന്നത്? മെറ്റാസെൻറ്റർ മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി പോയിൻറ്റ് അറ്റ് വിച്ച് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓഫ് ബോയൻസി will meet the normal axis of the body when the body is given a small angular displacement. നമ്മളൊരു ബോഡിക്ക് ഒരു സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഫോഴ്സ് ഓഫ് ബോയൻസി, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ഈ ബോഡീൻ്റെ നോർമൽ ആക്സിസിൽ ഒരു പോയിൻറ്റിലായിരിക്കും മീറ്റ് ചെയ്യുക. ആ പോയിൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. അതാണ് ഈ ഡെഫിനിഷൻ. മെറ്റാസെൻറ്റർ മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി പോയിൻറ്റ് അറ്റ് വിച്ച് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓഫ് ബോയൻസി വിൽ മീറ്റ് ദി നോർമൽ ആക്സിസ് ഓഫ് ദി ബോഡി വെൻ ദി ബോഡി ഈസ് given a small angular displacement. The line of action of the force of buoyancy in the tilted position will intersect the normal axis of the body at some point, say M. The point M is called the metacenter. ഇപ്പോൾ എന്താ മെറ്റാസെൻറ്റർ എന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ഹെഡിങ് ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്? നോക്കൂ. The distance between the metacenter of a floating body and the center of gravity of the body is called metacentric height. Metacentric height എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ മെറ്റാസെൻറ്ററും ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ എന്താ മെറ്റാസെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മെറ്റാസെൻറ്റർ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, ഫ്ലോട്ടിംഗ് ബോഡീൻ്റെ മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ദറ്റ് ഈസ് GM എന്ന് പറയുന്നതാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഇനി നമുക്ക് ഈ GM എന്ന് പറയുന്ന മെറ്റാസെൻട്രിക് ഹൈറ്റ്, ഒരു ഫ്ലോട്ടിംഗ് ബോഡി സബ്മേർജ്ഡ് ലിക്വിഡാണ് വരച്ചിട്ടുള്ളത്. ലിക്വിഡിൽ സബ്മേർജ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ABCD. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് G, സെൻറ്റർ ഓഫ് ബോയൻസി B. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്. AB എന്ന വാട്ടർ ലൈനിന് എന്ന വാട്ടർ ലൈനിനെ കട്ട് ചെയ്തിട്ടുള്ള ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചിട്ടുള്ളത്. ഈ YY എന്ന ആക്സിസിൽ നിന്നും, നോർമൽ ആക്സിസിൽ നിന്നും X ഡിസ്റ്റൻസുമായ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് DXും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. നെക്സ്റ്റ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് എൻലാർജ്ഡ് വ്യൂ ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ഇൻ ടിൽറ്റഡ് പൊസിഷൻ. ടിൽറ്റഡ് പൊസിഷനിലുള്ള ഫ്ലോട്ടിംഗ് ബോഡിയുടെ എൻലാർജ്ഡ് വ്യൂ ആണ്. ഇവിടെ നമുക്ക് കാണാം പുതിയ ടിൽറ്റഡ് വ്യൂവിൽ പുതിയ പോർഷൻസ്, എത്ര പോർഷൻസാണ് സബ്മേർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. A', B', C, D പോർഷൻസാണ് നമ്മൾ ടിൽറ്റ് ചെയ്തപ്പം വാട്ടർ സർഫസിൽ സബ്മേർജ് ചെയ്തിട്ടുള്ള പോർഷൻസ്.
ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ബി ഡാഷ് ഒ ബി എന്നൊരു വെഡ്ജ് ഷേപ്പും എ ഒ എ ഡാഷ് എന്നുള്ളൊരു വെഡ്ജ് ഷേപ്പും. ഇവിടെ ഒ ബി ഡാഷ് ബി എന്ന് പറയുന്നത് കാരണം അവിടെ എന്തുണ്ടാവുന്നു, ഒരു ഗെയിൻ ഓഫ് ബോയിൻറ്റ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. എ ഒ എ ഡാഷ് കാരണം അവിടെ എന്തുണ്ടാവുന്നത്, ലോസ് ഓഫ് ബോയിൻറ്റ് ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഈ ബി ഡാഷ് ഒ ബി പോർഷൻ എന്ന് പറയുന്നത് ലിക്വിഡിലോട്ട് എക്സ്ട്രാ സബ്മേർജ് ചെയ്ത് വരുന്ന പോർഷനാണ്. അപ്പോൾ അത് കാരണം അവിടെ എന്തുണ്ടാവും, ഒരു ബോയിൻറ്റ് ഫോഴ്സിൽ ഗെയിനാണ് ഉണ്ടാവുന്നത്. ഈ ഒരു ഫ്ലൂയിഡ് എത്രത്തോളം ഡിസ്പ്ലേസ് ആവുന്നുണ്ട്, ഈ ഒരു പോർഷൻ കാരണം എത്രത്തോളം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ ആ ഒരു വെയ്റ്റിന് പ്രൊപ്പോർഷണലായിട്ട് അവിടെ അഡീഷണൽ ബോയിൻറ്റ് ഫോഴ്സാണ് ഉണ്ടാവുന്നത്. ഇവിടെ എ ഒ എ ഡാഷ് കാരണം എന്താ സംഭവിക്കുന്നത്, ബോയിൻറ്റ് ഫോഴ്സിൽ ലോസ് ആണ് ഉണ്ടാകുന്നത്. കാരണം ഇത് ലിക്വിഡ് സർഫസിന് പുറത്തോട്ടാണ് പോയിട്ടുള്ളത്. അതപ്പോൾ അവിടെ അത് കാരണം ബോയിൻറ്റ് ഫോഴ്സിൽ ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. ദീസ് വെഡ്ജസ് റെപ്രസെൻറ്റ് എ ഗെയിൻ ഇൻ ബോയിൻറ്റ് ഫോഴ്സ് ഓൺ ദി റൈറ്റ് സൈഡ് ആൻഡ് എ കറസ്പോണ്ടിങ് ലോസ് ഓഫ് ബോയിൻറ്റ് ഫോഴ്സ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. ദ ഗെയിൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ വെർട്ടിക്കൽ ഫോഴ്സ് DFB. DFB എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഗെയിൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ടിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി പ്രിസം. ഈ പ്രിസത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആക്ട് ചെയ്യുന്ന ഒരു DFB എന്ന ഫോഴ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലോസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓഫ് DFB. ഈ ലോസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓഫ് DFB ആണ്. ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് അവിടെ ലോസ് ആണ് ബോയിൻറ്റ് ഫോഴ്സിൽ സംഭവിക്കുന്നത് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DFB എന്നുള്ളത് ഡൗൺവേർഡ് ഡയറക്ഷൻ ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് എ ഒ എ ഡാഷ് കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ രണ്ട് ഫോഴ്സസ് DFB എ ഒ എ ഡാഷിലുണ്ടാവുന്ന അതുപോലെ ബി ഒ ബി ഡാഷിലുണ്ടാവുന്ന ബോയിൻറ്റ് ഫോഴ്സ് DFB കാരണം ഒരു കപ്പിൾ ഫോം ചെയ്യും. എന്താ കപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. രണ്ട് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഈ DFB എന്ന് പറയുന്നത് രണ്ട് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൾ കാരണം അവിടെ എന്തുണ്ടാവും, ഈ ഒരു ബോഡീനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഈ കപ്പിൾ ബോയിൻറ്റ് ഫോഴ്സിൻ്റെ കപ്പിൾ കാരണം അവിടെ എന്താവും, ഈ ബോഡീനെ ടിൽറ്റ് ചെയ്യാൻ ശ്രമിക്കും, റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ബോഡീനെ ഈ ഒരു കപ്പിൾ ഫോഴ്സസ് DFB എന്ന് പറയുന്ന കപ്പിൾ ഫോഴ്സസ് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ഈ ബോഡീനെ ടിൽറ്റ് ചെയ്തിട്ടുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻസിൽ ഈ ഒരു കപ്പിൾ DFB എന്ത് ചെയ്യും, ബോഡീനെ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓൾസോ ദ മൊമെൻറ്റ് കോസ്ഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് ബോയൻസി. ഇവിടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് B0 നിന്ന് B1 എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം അവിടെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ മൊമെൻറ്റും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, ബോഡീനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് മൊമെൻറ്റ്, ഈ കപ്പിൾ ഫോഴ്സ് DFB കാരണം ഉണ്ടാകുന്നതും ഈ സെൻറ്റർ ഓഫ് ബോയൻസി B0 B1 ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ആ രണ്ട് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കൺസിഡർ ടുവേർഡ്സ് ദ റൈറ്റ് ഓഫ് ദി ആക്സിസ് എ സ്മോൾ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് TX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം O. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്, റൈറ്റ് ഓഫ് ആക്സിസിൽ ഒരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തിക്നെസ് TX, ഡിസ്റ്റൻസ് X ഫ്രം O. ഈ Oയിൽ നിന്നും X ഡിസ്റ്റൻസിൽ ഒരു സ്ട്രിപ്പ്, റൈറ്റ് സൈഡിൽ ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി സ്ട്രിപ്പ്, നമുക്കിനി ഈ ഒരു സ്ട്രിപ്പിനെ നമ്മൾ ആ ഒരു ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. അപ്പം ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഹൈറ്റ് ഓഫ് ദി സ്ട്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് X × tan θ എന്ന് എഴുതാം. tan θയുടെ വാല്യൂ ഇവിടെ വളരെ സ്മോൾ വാല്യൂ ആയിരിക്കും.
ചെറിയൊരു ട്രയാങ്കിളാണ്. അപ്പോൾ സ്മോൾ വാല്യൂ ഓഫ് ടാൻ തീറ്റ ആയത് കാരണം ഹൈറ്റ് ഓഫ് ദ സ്ട്രിപ്പ് എന്നുള്ളത് എക്സ് തീറ്റ എന്ന് എഴുതാം. ഇനി ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു തിക്നെസ് ആണ്. ദാറ്റ് ഈസ് ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് തീറ്റയാണ്. എക്സ് തീറ്റ ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത് ഡി എക്സ് ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് തീറ്റ ഇൻറ്റു ഡി എക്സ്. ഇനി ഇഫ് എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി ഫ്ലോട്ടിംഗ് ബോഡി, മുന്നത്തെ ഫിഗറിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ബോഡിയുടെ ലെങ്ത്ത് എൽ ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫ്ലോട്ടിംഗ് ബോഡിയുടെ ലെങ്ത്ത് എൽ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് ദ സ്ട്രിപ്പ് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത് എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ദാറ്റ് ഈസ് എക്സ് തീറ്റ ഡി എക്സ് ഇൻറ്റു എൽ. വോളിയം ഓഫ് ദ സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് കണ്ടുപിടിച്ചൂടെ? വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത് റോ ജി ഇൻറ്റു വോളിയം. ദാറ്റ് ഈസ് റോ ജി, വോളിയം എന്ന് പറയുന്നത് എന്താ? എക്സ് തീറ്റ എൽ ഡി എക്സ് ആണ്. സിമിലർലി നമ്മൾ ഈ ഒരു സ്മോൾ സ്ട്രിപ്പ് ഇവിടെയും കൺസിഡർ ചെയ്യുകയാണ്. ഈ ലെഫ്റ്റ് പോർഷനിലും കൺസിഡർ ചെയ്യുകയാണ്. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഒ ടുവേർഡ്സ് ദി ലെഫ്റ്റ് ഓഫ് ദി ആക്സിസ് ഇസ് കൺസിഡേർഡ്. ദ വെയിറ്റ് ഓഫ് ദി സ്ട്രിപ്പ് വിൽ ബി റോ ജി എക്സ് തീറ്റ എൽ ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. നമ്മൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കൺസിഡർ ചെയ്ത പോലൊരു സ്ട്രിപ്പ് ഇവിടെ ലെഫ്റ്റ് സൈഡിലും കൺസിഡർ ചെയ്യുകയാണ് ഒയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിൽ. അവിടെ ഉണ്ടാവുന്ന വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? റോ ജി എക്സ് ഇൻറ്റു തീറ്റ എൽ ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. ഈ രണ്ട് വെയിറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അത് കാരണം അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. ഈ രണ്ട് വെയിറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന കാരണം ഒരു കപ്പിൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അത് കാരണം എന്ത് ക്രിയേറ്റ് ചെയ്യും? ഇവിടെ ഒരു മൊമെൻറ്റ് ഈ ഒരു വെയിറ്റ് കാരണം ഇവിടെ ഒരു മൊമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു വെയിറ്റ് കാരണം ഉണ്ടായ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വെയിറ്റ്സ്. അപ്പം ഇവിടെയും നമ്മൾ പറഞ്ഞു ഒരു വെയിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രിപ്പിൽ ഒരു വെയിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കപ്പിളാണ്. അത് കാരണം അവിടെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ കണ്ടുപിടിക്കാൻ പോവാം. വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വെയിറ്റ്സ്. വെയിറ്റിൻ്റെ വെയിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, റോ ജി എക്സ് തീറ്റ എൽ ഇൻറ്റു ഡി എക്സ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വെയിറ്റ് എന്ന് പറയുന്നത് ഓയിൽ നിന്നും ഇതുവരെ എക്സ് ഡിസ്റ്റൻസ് ആണ്. അതുപോലെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത സ്ട്രിപ്പും ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ്. അപ്പം രണ്ട് വെയിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ എഴുതാം? റോ ജി എക്സ് തീറ്റ എൽ 2x ഡി എക്സ് എന്ന് എഴുതാം. നമുക്കിതിനെ 2 റോ ജി എക്സ് സ്ക്വയർ തീറ്റ എൽ ഡി എക്സ് ഇതെന്ന് പറയുന്നത് ആ ഒരു സ്ട്രിപ്പിൻ്റെയാണ്. അപ്പോൾ ആ വോൾ വെഡ്ജ് ഷേപ്പിൻ്റെ മൊമെൻറ്റ് കപ്പിൾ, ആ ഒരു കപ്പിൾ കാരണം ഉണ്ടാകുന്ന വോൾ വെഡ്ജിലെ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ 2 റോ ജി എക്സ് തീറ്റ എൽ ഡി എക്സ് ആയിരിക്കും. നമ്മളതിന് ഇക്വേഷൻ 1 എന്നായി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബോയൻസി B0 B1 ഷിഫ്റ്റ് ചെയ്യുമ്പം അവിടെ ഒരു മൊമെൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എഫ് പി ഇൻറ്റു B0 ഇൻറ്റു B1. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ബോഡിക്ക് ഈക്വൽ ആണെന്ന്. നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ B0M B1 B0M B1 എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അതിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ സ്മോൾ ആയത് കാരണം B0 B1 എന്ന് പറയുന്നത് B0M തീറ്റ എന്ന് എഴുതാം. എഫ് ബി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ബോഡിക്ക് ഈക്വൽ ആണ്. മുന്നത്തെ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൊമെൻറ്റ് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി ഫ്രം B0 ടു B1 എന്ന് പറയുന്നത് എഫ് ബിയുടെ അവിടെ W കൊടുത്തു. B0 B1 BM തീറ്റ എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ പറഞ്ഞു രണ്ട് മൊമെൻറ്റ്സും ക്രിയേറ്റ് ചെയ്ത രണ്ട് മൊമെൻറ്റ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇക്വേഷൻ 1 and 2 ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് WB0 M തീറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 റോ ജി എക്സ് സ്ക്വയർ തീറ്റ എൽ ഡി എക്സിനെ ഇക്വേറ്റ് ചെയ്തു. WB0 M തീറ്റ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 2 റോ ജി തീറ്റ പുറത്തോട്ട് എടുത്തു. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ ഡി എക്സ്. ഈ തീറ്റയും ക്യാൻസൽ ചെയ്തു.
ബാക്കിയുള്ളത് WB0M is equal to 2 rho g integral x square L dx ആണ്. നമുക്കറിയാം L ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് എലമെൻ്റൽ ഏരിയ ഓൺ ദി വാട്ടർ ലൈനാണ്. ഈ ഫിഗർ നോക്കൂ, L ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? എലമെൻ്റൽ ഏരിയ ഓഫ് ദിസ്, ഈ ഒരു സ്ട്രിപ്പിൻ്റെ എലമെൻ്റൽ ഏരിയ ആണ്. അതിനെ നമുക്ക് DA എന്ന് റെപ്രസെൻറ്റ്. Okay, that is L into dx equal to elemental area on the water line. This is equal to dA. അപ്പോൾ നമ്മളിവിടെ L into dxന് dA എന്ന് കൊടുക്കുക. WB0M is equal to 2 rho g integral x square dA. നിങ്ങൾ ആ വാട്ടർ ലൈൻ നമ്മൾ ആ ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, നേരത്തെ കാണിച്ചു തന്ന ഫിഗർ, അതൊന്ന് നമുക്ക് മനസ്സിലാക്കും. 2x square dA എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി പ്ലാൻ ഓഫ് ദി ബോഡി അബൌട്ട് ദി ആക്സിസ് YY. ആക്സിസ് YYയിൽ വരുന്ന സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നതാണ് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ x square dA. അത് നമ്മൾ I വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Therefore W ഇൻറ്റു B0M is equal to rho g ഇൻറ്റു I എന്ന് എഴുതി. B0M is equal to rho g I by W. നമുക്കറിയാം W എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ദി ബോഡിയാണ്. വെയ്റ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് അവിടുത്തെ ബോയിൻറ്റ് ഫോഴ്സിന് ഈക്വലാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡി. ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത് എന്താ? വെയ്റ്റ് ഓഫ് ദി ബോഡി, വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു rho g ഇൻറ്റു വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡി. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡി ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി ബോഡി സബ്മേർജ്ഡ് ഇൻ ദി ഫ്ലൂയിഡ് എന്ന്. മുന്നേ നിങ്ങളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ ഈ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വോളിയം ഓഫ് ദി ബോഡി സബ്മേർജ്ഡ് ഇൻ ദി ഫ്ലൂയിഡൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് വോളിയം ഓഫ് ദി ബോഡി സബ്മേർജ്ഡ് ഇൻ ദി ഫ്ലൂയിഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് W ഇസ് ഈക്വൽ ടു rho GV എന്ന് എഴുതി. B0M is equal to rho g I by W. ഇവിടെ Wന് നമ്മൾ rho g x എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് B0M is equal to rho g I by rho GV. ഈ rho g ക്യാൻസൽ ചെയ്താൽ B0M എന്നുള്ളത് I by V എന്ന് കിട്ടും. ദാറ്റ് ഈസ് B0M is equal to I by V എന്ന് എഴുതാം. ഈ ഒരു ഫിഗർ നോക്കിയേ, B0M എന്ന് പറയുന്നത് എന്താ? GM പ്ലസ് B0G ആണ്. B0M എന്ന് പറയുന്നത് B0G പ്ലസ് GM ആണ്. B0M is equal to GM പ്ലസ് B0G എന്ന് ജസ്റ്റ് ഈക്വൽ ടു നമ്മൾ ആ B0Mൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. GM പ്ലസ് B0G is equal to I by V. ദാറ്റ് ഈസ് നമുക്ക് ആരെയാണ് വേണ്ടത്? മെറ്റാസെൻട്രിക് ഹൈറ്റ് അല്ലേ നമുക്ക് വേണ്ടേ? മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? GM ആണ്. ദാറ്റ് ഈസ് I by V മൈനസ് B0G. നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസിക്ക് B എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് GM is equal to I by V മൈനസ് BG എന്നെഴുതാം. where V is the volume of the body submerged in the fluid ആണ്. ഇതാണ് analytical method for determining metacentric height.